അടിയുറച്ച വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പിൻബലത്തിൽ വളരെ വലിയ ഒരു വിശ്വാസ സമൂഹമായി വളർന്ന മതവിഭാഗമാണ് ക്രൈസ്തവ മതവിഭാഗം. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ആ ഒരു പാരമ്പര്യത്തിൽ നിന്നും ആ ഒരു വിശ്വാസത്തിൽ നിന്നും കത്തോലിക്ക സഭ വഴിമാറിപ്പോകുന്നു എന്ന് കാണുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ഒരു കാര്യം നിലവിളക്കാണ്. ഭാരതീയ സംസ്കാരത്തിൽ നിലവിളക്കിന് ഒഴിച്ചുകൂടാനാവാത്ത ചില പ്രാധാന്യങ്ങളുണ്ട്. എന്നാൽ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ക്രൈസ്തവ സമൂഹം ഇപ്പോൾ നിലവിളക്കിന് അമിത പ്രാധാന്യം നൽകുന്നുണ്ട്. നിലവിളക്ക് എന്ന് പറയുന്നത് വെറുമൊരു വിളക്കല്ല. അതിന് ചില പ്രത്യേകതകളുണ്ട്, ചില സൂചനകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ആ നിലവിളക്കിൻ്റെ ഓരോ ഭാഗവും ഹൈന്ദവ വിശ്വാസപ്രകാരം ഓരോ ദേവന്മാരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും അടിഭാഗം അത് ബ്രഹ്മാവാണ്, അതിൻ്റെ ദണ്ട് അത് വിഷ്ണുവാണ്, അതിൻ്റെ മുകൾ ഭാഗം അത് പരമശിവനാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ തീ വരുന്നത് പാർവതി ദേവിയും, ആ നാളത്തിൽ നിന്ന് വരുന്നതെല്ലാം ലക്ഷ്മി ദേവിയും. ഇത്തരത്തിൽ അവരുടെ കൃത്യമായിട്ടുള്ള ചില വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഓടുന്നത്. മാത്രമല്ല, നിലവിളക്ക് എങ്ങനെ കത്തിക്കണം, അത് ഏത് ദിശയിലേക്ക് വയ്ക്കണം, രാവിലെ എങ്ങോട്ട് തിരിച്ച് നിലവിളക്ക് കത്തിക്കണം, വൈകുന്നേരം എങ്ങോട്ട് കത്തിക്കണം എന്നിങ്ങനെ നിരവധിയായിട്ടുള്ള ചില ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി മാത്രമാണ് നിലവിളക്ക് കത്തിക്കുക. അല്ലാതെ വെറുതെ പോയി വിളക്കിന് തീ കൊളുക്കുക അല്ല ചെയ്യുന്നത്. പക്ഷേ എന്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇപ്പോൾ നിലവിളക്കിന് അമിത പ്രാധാന്യം നൽകുന്നത്? എന്തടിസ്ഥാനമാണ് ഇതിനുള്ളത്? ദൈവശാസ്ത്രപരമായിട്ട് ഒരടിസ്ഥാനവും ഇതിനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ഇപ്പോൾ നിലവിളക്കിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് ചില വൈദികരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും കൃത്യമായിട്ട് ഒരു ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു 10-25 വർഷം മുമ്പ് വരെ നിലവിളക്കിന് നമ്മുടെ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം. അതിന് ശേഷമാണ് ഇതിന് പ്രാധാന്യം വന്നത്. തങ്ങളാണ്, അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസമാണ്, തങ്ങളാണ് ആഢ്യന്മാർ എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട് ചില രൂപതകളിൽ. അവർ അവരുടേതായിട്ടുള്ള ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചില രീതികൾ മറ്റുള്ളവരിലേക്കും അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും മുകളിൽ, നിലവിളക്കിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ശിവന്റെ പ്രതീകം അത് മാറ്റി അവിടെ മാണിക്യം കുരിശ് അല്ലെങ്കിൽ താമരക്കുരിശ് എന്നൊക്കെ പറയുന്നൊരു കുരിശ് സ്ഥാപിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്കല്ലാതെ ഇതിന് മറ്റൊരു പ്രത്യേകതയുമില്ല, ഒരു വിശ്വാസപരമായിട്ടുള്ള ആചാരങ്ങളുമില്ല. ഈ കുരിശിനെ ഏറ്റവും കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നത് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ചില രൂപതയിലെ ആളുകളാണ്. അവരുടെ ചില ധാർഷ്ട്യമാണ്. ആ ധാർഷ്ട്യം മൊത്തം മറ്റുള്ളവരേക്ക് അടിച്ചേൽപ്പിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 25 വർഷം മുമ്പ് വരെ ക്രൈസ്തവ വിഭാഗത്തിൽ നിലവിളക്കിന് ഒരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വിവാഹ സമയത്ത് പള്ളിയിൽ വെച്ച് തന്നെ നിലവിളക്ക് കത്തിക്കുന്നു, മണ്ഡപത്തിൽ നിലവിളക്ക് കത്തിക്കുന്നു. എന്തിന്? നവവധുവിനെ വീട്ടിലേക്ക് ഭർത്താവിൻ്റെ അമ്മ സ്വീകരിക്കുന്നത് പോലും നിലവിളക്ക് നൽകിക്കൊണ്ടാണ്. ക്രൈസ്തവർ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വന്നിരുന്ന മെഴുകുതിരി ഇപ്പോൾ എവിടെയാണ്? അതെടുത്ത് ദൂരെ കളഞ്ഞു. ഒരുപക്ഷെ നിലവിളക്കിനേക്കാൾ കൂടുതൽ ക്രൈസ്തവരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം നിലനിൽക്കുന്നത് മെഴുകുതിരിക്കാണ്. നമുക്കറിയാമത്. അതേസമയം ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. പഴയകാല പള്ളികളിൽ നിലവിളക്കുകളുണ്ട്. കൊത്തുവിളക്ക്, ആനവിളക്ക്, അങ്ങനെ പല പേരിലറിയപ്പെടുന്ന ഇതേപോലെ നാളങ്ങൾ കത്തിക്കുന്ന വിളക്കുകളുണ്ട്. അതിന് പിന്നിൽ ചില കാരണങ്ങളുമുണ്ട്. ചില പഴയകാല പള്ളികളിൽ ഇത്തരം വിളക്കുകൾ എത്താൻ കാരണം അത് അന്നത്തെ കാലത്തെ ഭരണാധികാരികൾ, ഹൈന്ദവരായിരുന്നു അന്നത്തെ കാലത്തെ ഭരണാധികാരികൾ,
അവർ അത് സമ്മാനമായി നൽകിയതാണ്. അപ്പോൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റ് ആചാരങ്ങളിലേക്ക് പോവാതെ കൃത്യമായി യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കണമെന്ന് കൃത്യമായ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു മതവിഭാഗമാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്ന രീതിയിൽ അത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും ഈ നിലവിളക്കിൽ കാണുന്ന 7 നാളങ്ങൾ അത് ക്രൈസ്തവ സഭയിലെ 7 കൂദാശകളെ സൂചിപ്പിക്കുന്നു എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. മറ്റൊന്ന് കെടാവിളക്കാണ്. നമുക്കറിയാം കെടാവിളക്കിന് പള്ളികളിലുള്ള പ്രാധാന്യം. എന്തുകൊണ്ടാണ് പള്ളിയിൽ കത്തിച്ച് ഒരു കിടാവിളക്ക് വയ്ക്കുന്നത്? കാരണം വിശുദ്ധന് മധ്യേ വാഴ്ത്തിയ ഓസ്തി അത് തിരുവോസ്തിയായി മാറുന്നു, ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നു. അത് സക്രാരിയിൽ സൂക്ഷിക്കുന്നു. ക്രിസ്തു ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വെട്ടം, ഒരു വെളിച്ചം, ആ വെളിച്ചം വേണമെന്നുള്ളത് കൊണ്ടാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളായിട്ട് തന്നെ തുടരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടോ? ഭൂരിഭാഗം പള്ളികളിലും ഇപ്പോൾ കെടാവിളക്കില്ല. അപ്പോൾ പറയും നമ്മൾ വിളക്ക് കത്തിക്കുന്നില്ല, പകരം വൈദ്യുതി വിളക്ക് വയ്ക്കുന്നുണ്ടെന്നുള്ളത്. നമ്മുടെ നാട്ടിലെ അവസ്ഥയനുസരിച്ച് വൈദ്യുതി എപ്പോൾ വേണമെങ്കിലും പോകാം. അപ്പോൾ കെടാവിളക്കെന്ന് പറയാൻ പറ്റില്ല. സാധാരണ വൈകുന്നേരങ്ങളിൽ പള്ളിമണി അടിച്ചതിന് ശേഷം പള്ളിയിലെ ശുശ്രൂഷി വന്ന് വിളക്ക് കത്തിക്കുകയും രാവിലത്തെ പള്ളിമണി അടിച്ചതിന് ശേഷം അത് കെടുത്തുകയും ചെയ്യുന്ന ഒരാചാരം ഇപ്പോൾ അതില്ല. അതിൻ്റെ ആവശ്യമില്ല. മൊത്തത്തിൽ പാടെ മാറിപ്പോയിരിക്കുന്നു. വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ മനോഭാവത്തിൽ, പ്രത്യേകിച്ച് ചില വൈദികരുടെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. കാരണം പണ്ട് കാലത്ത് വിശുദ്ധ കുർബാന നൽകുന്ന സമയത്ത് ഒരു തിരുവോസ്തി നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ സങ്കീഞ്ഞ് വെച്ച് മൂടി വയ്ക്കുകയും ആളുകൾ പള്ളിയിൽ നിന്ന് പോയതിനു ശേഷം ആ തിരുവോസ്തി എടുത്ത് ഭക്ഷിക്കുകയും ഓസ്തി വീണ സ്ഥലം കഴുകി വൃത്തിയാക്കി അവിടെ ചുംബനം നൽകുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ആചാരമുണ്ടായിരുന്നു. അതൊരു ആചാരം മാത്രമല്ല, ഒരു പാരമ്പര്യമായിരുന്നു. കാരണം അത്രമേൽ പരിശുദ്ധമാണ് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇന്നെങ്ങനെയാണ്? അത് കൈ കൊടുക്കുന്നു, താഴെ വീണ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്ത് അടുത്തയാൾക്ക് നൽകുന്നു, അതിന് മേലെ ചവിട്ടിപ്പോകുന്നു, അവിടെ തുടയ്ക്കുന്നില്ല. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരം വീണു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചുംബനം നൽകുന്നില്ല. അതിനൊന്നും ആർക്കും സമയമില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പുതിയ തലമുറ വളർന്നു വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുന്നത് നല്ലതാണ്. അടുത്തതാണ് വിശുദ്ധ കുർബാനയെ ഒരു ബിസിനസ്സായി കാണുന്ന സമ്പ്രദായം. സാധാരണ രീതിയിൽ മരിച്ചവരുടെ തിരുനാളിനോ അല്ലെങ്കിൽ മരിച്ചവരുടെ ഓർമ്മ ദിനത്തിനോ ഒക്കെ വൈദികർക്ക് അല്ലെങ്കിൽ പ്രത്യേക നിയോഗം വെച്ച കുർബാന ചെല്ലുമ്പോൾ വൈദികർക്ക് കൃത്യമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു തുക നൽകാറുണ്ട്. സാധാരണ കുർബാന, പാട്ട് കുർബാന എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ മേലെയാണ് കാര്യങ്ങൾ. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മാതാപിതാക്കൾ അവരുടെ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം, ഇതൊരു ഉദാഹരണം മാത്രമാണ്, ആദ്യ കുർബാന സ്വീകരണം വിദേശത്ത് നടത്താതെ നാട്ടിൽ വന്ന് സ്വന്തം ഇടവക പള്ളിയിൽ വെച്ച് നടത്താൻ നോക്കുമ്പോൾ അത്തരത്തിൽ ഒരു ആദ്യ കുർബാന സ്വീകരണത്തിന് കുർബാന ചെല്ലണമെങ്കിൽ 2000 രൂപ വേണമെന്നൊരു വൈദികൻ പറയുന്നത് എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് മാത്രമല്ല, പള്ളിയിലെ മൈക്ക്, സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നതിന് വേറെ പണം നൽകണം, തൊടുന്നതിനും പിടിച്ചതിനുമൊക്കെ പണം. ഒരു കുർബാനയ്ക്ക് 2000 രൂപ കണക്ക് പറഞ്ഞ് മേടിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയെ കച്ചവടമാക്കി മാറ്റുന്നു എന്നല്ലാതെ മറ്റൊന്നും ഇതിൽ പറയാനില്ല. ഇതിൻ്റെയൊക്കെ ആകെ തുകയായിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട്. ക്രൈസ്തവരുടെ മക്കൾ 12ാം ക്ലാസ് വരെ 12 വർഷം വേദപാഠം പഠിച്ച അല്ലെങ്കിൽ മതബോധനത്തിന് പോയാൽ ആ മതബോധന ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ പള്ളിയിൽ പോലും കയറില്ല. കാരണം അവൻ്റെ മുമ്പിൽ കാണുന്ന രീതികൾ അവനെ പറഞ്ഞു പഠിപ്പിച്ച വിശ്വാസവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. പള്ളിയിൽ ആള് കയറാണ്ട് വരും,
ഇപ്പോൾ വിശുദ്ധ കുർബാനയെ അടക്കം കച്ചവട രീതിയിലേക്ക് കൊണ്ടുവരുന്നവർക്ക് അതിനൊന്നും സാഹചര്യമില്ലാതെ വരും. അതുകൊണ്ട് പണ്ട് മുതലേ അതിപുരാതന കാലം മുതലേ ഉള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം പറഞ്ഞു നൽകുകയും ചെയ്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പള്ളികൾ ആളുകയറാതെ വരികയും വിശ്വാസികളുടെ എണ്ണം വളരെ വലിയ രീതിയിൽ കുറയുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.